അള്ളാഹും റസൂലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള 11 അടയാളങ്ങൾ ഒന്നാമത്തെ അടയാളമാണ് ഒരു ദിവസം ഒരു പേജെങ്കിലും വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓതാൻ പറ്റുന്നുണ്ടോ. രണ്ടാമത്തേത് ഫർദായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ദിക്റുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ. നാലാമതായി പ്രത്യേകമായി പരിഗണിക്കേണ്ട ചില സമയങ്ങളുണ്ട് അല്ലെ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, തിങ്കളാഴ്ച രാവ്, തിങ്കളാഴ്ച പകൽ വളരെ ശ്രേഷ്ഠമുള്ള സമയമാണ്. അപ്പൊ അള്ളാഹു ആദരിച്ച ചില സമയങ്ങളുണ്ട്, സന്ദർഭങ്ങൾ. അതിനെയൊക്കെ നമുക്കും ആദരിക്കാൻ പറ്റുന്നുണ്ടോ. അഞ്ചാമതായി നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ, അതിന് നമുക്ക് ശുക്ർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ. ഏഴാമതായി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ. ഏഴാമതായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാള് മുഹാ നമസ്കാരം നിത്യമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എട്ടാമത്തേത് അള്ളാഹനെ ഓർത്ത് കരഞ്ഞവരാണോ. ഒമ്പതാമത്തേത് തൗബ ചെയ്യുന്ന ആളുകൾ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നതാണ്. പത്താമത്തേത് ശുദ്ധിയുള്ളവരാണോ, നമ്മൾ വൃത്തിയുള്ളവരാണോ, ശരീരവും വസ്ത്രവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നവരാണോ എങ്കിൽ. 11ാമത്തെ കാര്യം ബന്ധങ്ങൾ ചേർക്കുന്നവരാണോ, ആരോടും പിണക്കമില്ല. ഈ 11 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ.